ഇന്നാ കൊള്ളാം, അങ്ങനെ തന്നെ എറിയ. ഇന്നാ പിടിച്ചോ. നിങ്ങള് റെഡിയാണോടാ? ഞാൻ റെഡിയാണ്. സംശയമുണ്ടോ? എന്നാ പിന്നെ വാ, നിങ്ങൾ ബീച്ചിൽ നന്നായിട്ട് ഓട്, ഞാനിതെടുത്ത് ഷെയർ ചെയ്യാം. കുട്ടികളെ, വട്ടയപ്പം, ഇലയപ്പം, നെയ്യപ്പം, വെള്ളയപ്പം, പഴത്തിലുണ്ടാക്കാം നല്ല കുമ്പളപ്പം. ഷെയർ ചെയ്യാനായി ഞാനും വരുന്നു നിങ്ങളോടൊപ്പം. അടികൈ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ ഞങ്ങളെ കൊതി പിടിപ്പിക്കരുത്. സംശയമുണ്ടോ? എന്നാൽ വരൂ, നമുക്ക് പോയി സാൻഡ്വിച്ച് റണ്ണിങ് ചെയ്യാം. സാൻഡ്വിച്ച് റണ്ണിങ് അല്ല, ഇത് എന്ത് റണ്ണിങ് ആണ്? എടാ കുഞ്ഞേ, മണലെന്ന് വെച്ചാൽ സാൻഡ്, അതിൽ നമ്മൾ പിച്ച വെച്ച് റണ്ണിങ് ചെയ്യുന്നു. അതിന്റെ പേരാണ് സാൻഡ് പിച്ച് റണ്ണിങ്. അടികൈ. അടിപൊളി ഐഡിയ. വേഗം വാ, നമുക്ക് കരിക്ക് കുടിക്കാം. അയ്യോ അയ്യോ, ഐ ആം സോറി. സോറി പറയേണ്ട ഒരു ആവശ്യമില്ല അങ്കിൾ. നിങ്ങൾ ചെയ്തതിന് പകരമായിട്ട് ഞാനൊരു കടി തരാം. ഒരു വൃത്തികെട്ട കുട്ടിയാ നീ. ആഹാ, ശരി, ഇനി നീ എന്നെ ഒന്ന് കടിച്ചു കാണിക്ക. അങ്കിളേ, ഇനി എന്തായാലും ഞാൻ കടിക്കില്ല. പേടിച്ചു പോയല്ലേ? ഇനി കടിക്കാൻ പോകുന്നത് എന്റെ അച്ഛനാ. അയ്യോ അയ്യോ, ഓ, അയ്യോ, രക്ഷിക്കണേ. എടാ മോനെ, നിനക്ക് 3 ബെഡ്റൂം വേണോ അതോ 4 ബെഡ്റൂം വേണോ? എനിക്ക് 8 എണ്ണം വേണം. 8. ഓക്കേ. എടാ നിക്കേ, ഞാനും കൂടെ വരുന്നു. എടാ, ആ ബോൾ എടുത്തിട്. ആ ബോൾ ഇങ്ങോട്ട് എടുത്തിടാനാ പറഞ്ഞത്. വേഗം ഇങ്ങോട്ട് എടുത്തിടാൻ, വേഗം. നിങ്ങൾക്കെന്താ സൂക്ഷിച്ച് കളിച്ചൂടെ? കണ്ടില്ലേ, ദേ ഇവന് പരിക്ക് പറ്റി. ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നല്ലോ നമ്മുടെ വോളിബോളിന്റെ തമാശ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് വോളിബോളിന്റെ ബോൾ, ഇത് ഫുട്ബോളിന്റെ ബോൾ. രണ്ടും കാണാൻ ഒരുപോലുണ്ട്. എന്നാ പറ, ഇതിലേതാണ് ഫുട്ബോൾ, ഏതാണ് വോളിബോൾ? ഇത് ഉണ്ടാക്കിയവന് തന്നെ ഏതാണെന്ന് അറിയില്ല. പിന്നെ നീ എങ്ങനെ ഇതിനെ കുറിച്ച് അറിയും? പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ. നീ പറഞ്ഞ കാര്യം വളരെ നന്നായിരിക്കുന്നു. ദേ നോക്ക്, മര്യാദയ്ക്ക് വന്ന് ദേ ഇവനോട് മാപ്പ് ചോദിക്ക്. ഇനി ഞാൻ പോവാണ്. എന്റെ വീട് പൊട്ടിപ്പോയി. എന്റെ വീട് പൊട്ടിപ്പോയി. എന്റെ വീട് പൊട്ടിപ്പോയി. നിൽക്ക്. ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് പണികളുണ്ട്. അല്ലേ കുട്ടികളെ? കരയല്ലേ ചക്കരക്കുട്ടന്മാരെ, കരയല്ലേ? എടാ, ഈ അങ്കിൾ ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് മണലുള്ള വീടുകൾ. ഇതൊക്കെ നിസ്സാരം. എടാ, യൗമാരെ വൃത്തികെട്ടവന്മാരാ. യൗമാരെ നമുക്ക് പ്രശ്നമൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. നോക്കൂ, വഴക്ക് കൂടുന്ന അത്ര നല്ല കാര്യമല്ല. മാത്രമല്ല, നിങ്ങൾ ആരാന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പൊ നീ കുറച്ചു മുമ്പല്ലേ പറഞ്ഞത് ഇവന്മാരെല്ലാം വൃത്തികെട്ടവന്മാരാണെന്ന്? തേരാപ്പാര നടക്കുന്ന തെണ്ടിപ്പിള്ളേരാണെന്നല്ലേ നീ പറഞ്ഞത്? ഇവരായിട്ട് നമുക്കൊരു പ്രശ്നം വേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞു? അതെയോ? നിങ്ങൾ നോക്കുന്ന നോട്ടം കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ അമ്മച്ചി, ഞാൻ വീണ്ടും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞോ? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നിങ്ങളെ കളി തുടങ്ങിക്കോ. ഞങ്ങള് പോവുകയാണേ.
അങ്ങനെ പോയാൽ എങ്ങനെയാ? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട പിള്ളാരോട് ഒരു മാച്ച് ഒന്ന് കളിച്ചു നോക്ക്. ഒരുപക്ഷെ നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ മാപ്പ് ചോദിക്കാം. തോക്കുവാണെങ്കിൽ ശിക്ഷ എന്താണെന്ന് അപ്പൊ പറയാം. എങ്ങനെയുണ്ട്? സമ്മതമാണോ? സമ്മതമെങ്കിൽ ഉടനെ പറയൂ. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞങ്ങളുടെ ആശാൻ കണ്ണും കെട്ടി വേണമെങ്കിൽ ഈ കളി കളിക്കും. കാണിച്ചു കൊടുക്കാശാനെ. ഓ യാ, ഇന്നാ കൊള്ളാം. അങ്ങനെ തന്നെ എറിയ. ആ ഇന്നാ പിടിച്ചോ. ഞങ്ങളുടെ വീട് എവിടെ? വേഗം വാ. ദാ എത്തിക്കഴിഞ്ഞു. അടുത്തത് നിങ്ങൾക്കുള്ള വീട് തന്നെയാണ്. മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് സഹായിക്കണേ. ഞാൻ ചോദിച്ചതേ സഹായമായിരുന്നു, അല്ലാതെ പാരയൊന്നും അല്ല. എല്ലാം തകർന്നു. നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ തകർന്നു പോട്ടെ. ഞാൻ ഏത് പണി ചെയ്താലും ശരി, അത് തുടക്കം മുതലേ ചെയ്യാറുള്ളൂ. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നതേ ഇവന്മാര് വെറുതെ സംസാരിച്ചോണ്ടിരിക്കുകയുള്ളൂ. കളിക്കാനുള്ള ധൈര്യം ഒന്നും ഇവന്മാർക്കില്ല. വേണമെങ്കിൽ നോക്കിക്കോ. ഇവർ എത്ര തന്നെ കളിച്ചാലും ശരി, ഇവർക്ക് ജയിക്കാൻ പറ്റില്ല. ജയിക്കാനേ കഴിയില്ല. എടാ, ഇവിടുന്ന് വേഗം സ്ഥലം കാലിയൊക്കെ പോവാൻ നോക്ക്. ഇവന്മാർക്ക് അത്ര ഉശിരൊന്നും ഇല്ല. ഞങ്ങൾ കളിക്കും മാത്രമല്ല ജയിക്കുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. 12 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം. നമുക്ക് കളിക്കാം. ഒരു സെറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ വാ പിളർക്കും. യോ യോ യോ. ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നു ചേട്ടായി, ഞങ്ങൾ ജയിക്കുമ്പോ ഇതങ്ങ് മാറും. എന്ത് മാറും? മാച്ച് കഴിയുമ്പോ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതിന് പകരം കഷ്ടപ്പെട്ടോ എന്ന് പറയും. എന്തിനാണ് ഇത്ര ദിവസം കഴിഞ്ഞ് വരുന്നത്? ഇപ്പൊ തന്നെ കളിക്കാം. ഞങ്ങളതിന് തയ്യാറാണ്. എന്തിനാണ് ഇങ്ങനെ വെപ്രോളം കാണിക്കുന്നത് കൊച്ചളിയാ? അയാൾ കുറച്ചു ദിവസം നീട്ടി തന്നിരിക്കുകയല്ലേ? വരൂ കൂട്ടുകാരെ, ഇന്ന് തന്നെ നമുക്ക് ആരാന്ന് കാണിച്ചു കൊടുക്കാം. പോപ്പട്ട് എവിടെ പോയി? എനിക്ക് വീട് വേണം. ഞാൻ ദാ വരുന്നു. അതെ, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാനിതാ നിർമ്മിച്ച് തന്നിരിക്കുന്നു. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചാലും ശരി, സ്വന്തമായി വാങ്ങിയാലും ശരി, ഇനി എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. എന്റെ വീട്. എനിക്ക് എന്റെ വീട് കിട്ടിപ്പോയി. പേടിയാണ് ശത്രു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പേടി. ഇപ്പോൾ പേടി എന്നെ പിടിച്ചിരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല. അടികൈ. ദാ നോക്കൂ, അവരെത്ര വലിയ ആളായാലും ശരി, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾ ജയിച്ചിരിക്കും. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എന്നാ തുടങ്ങാം ഗെയിം.
ഞങ്ങള് വന്നിരിക്കുന്നത് ഞങ്ങളുടെ പോപ്പട്ട് ചേട്ടന് വേണ്ടിട്ടാ. അദ്ദേഹമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്തത്. വീട് വീണ്ടും പൊളിഞ്ഞു. അതിന് നീ കരയേണ്ട ഒരാവശ്യവുമില്ല. മാച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്കിൾ വന്ന് നിനക്കൊരു പുതിയ വീട് വെച്ചു തരും. എന്താ മോന് സന്തോഷമായോ? എന്നാ മാച്ച് തുടങ്ങട്ടെ. വേഗോട്ടെ വേഗോട്ടെ. ഹണി കണ്ടോ, ഇതിന്റെ പേരാണ് ടീം വർക്ക്. ഒന്നിച്ച് നിന്നാൽ ഒരിക്കലും തോൽക്കുകയേ ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൂട്ടുകാരെ. അഹങ്കാരം എന്നത് ആർക്കും തന്നെ ഉണ്ടാവാൻ പാടില്ല. അഥവാ അങ്ങനെ ഉണ്ടായാൽ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠം തന്നെ പഠിപ്പിക്കേണ്ടി വരും. അടികൈ